മണിയേ, ആ തെങ്ങിന്റെ ചോടൊക്കെ ആണെങ്കിൽ കാട് പിടിച്ച് കിടക്കണം. അത് മാത്രമല്ല ഒഴിഞ്ഞു വീഴുന്നുണ്ട്. അതെങ്ങനെ? ആകെ 5-6 തെങ്ങാ ഉള്ളത്. അതില് കിട്ടുന്നത് 10-15 തേങ്ങ. ആരെങ്കിലും വിളിച്ച് കയറ്റാന്ന് കഴിഞ്ഞാൽ ഒരാളെ കിട്ടാനില്ല. അത് 250-300 രൂപയാണ് ഒരു തെങ്ങി കയറണം. കൊടുക്കാന്ന് വിചാരിച്ചാലും വല്ലവരും കിട്ടണ്ടേ? അതെ, ഇപ്പൊ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ആള് നാളെ എത്തും. അവർക്ക് വരെ ഡിമാൻഡ്. ഇതൊന്നും തെങ്ങി കയറാൻ അറിഞ്ഞൂടെ? പിന്നെ ഞാൻ കയറുവായിരുന്നല്ലേ പണ്ട് വീട്ടിൽ. അത് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സൈക്കിളിൽ നിന്ന് കാലൊടിഞ്ഞില്ലേ, മുട്ട്. അതിനുശേഷമല്ലേ ഞാൻ കയറാത്തത്. അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ അവിടെ ഉള്ള തെങ്ങിലൊക്കെ കയറി തേങ്ങ കിടക്കുന്ന വീട്ടില് കൊച്ചിലെ കരിക്കടത്ത് പിടിക്കാൻ വരെ കയറുമായിരുന്നു. കരിക്ക് മാത്രം നല്ലല്ലേ? അല്ല, അത്യാവശ്യത്തിന്. പിന്നെ നമ്മുടെ അവിടുത്തെ വീട്ടിലൊക്കെ അന്ന് വലിയ പൊക്കമുള്ള തെങ്ങല്ലല്ലോ, 2 ആൾ പൊക്കം. അങ്ങനെ കയറി കിടക്കുമായിരുന്നു. നമുക്കേ 2 പെൺപിള്ളേരുടെ കൂടെ ഒരു ചെറുക്കനും കൂടെ വേണമായിരുന്നല്ലേ? എന്തിന്? ആൺപിള്ളേരാവുമ്പോഴേ മരത്തിലേക്ക് വലിയ നിങ്ങൾ കയറിക്കോളുമല്ലോ. വേണമായിരുന്നോ? ഒരു ആൺകുട്ടിയും കൂടെ വേണമായിരുന്നോ? ഓ വേണ്ട. വേണോ? അല്ല മണി, നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു ആൺകുട്ടി ദത്തെടുക്കാം. എന്തോന്ന് പറയണതേ? എന്ത്? അല്ല, ഒരു ആൺകൊച്ചും കൂടെ വേണമായിരുന്നു എന്നുള്ളത് സത്യമാണ് അല്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോട്ട്. അന്ന് പിന്നെ ബാങ്കിലെ ജോലി ഉള്ളത് കൊണ്ട് 2 കുട്ടികളെ വലിയ കഷ്ടപ്പാടില്ലാതെ വളർത്താൻ പറ്റി. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നമുക്കൊരു കുട്ടിയും കൂടെ ആവായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, 2 പെൺപിള്ളേരല്ലേ ദൈവം തന്നത്. ഉള്ളത് വെച്ച് സന്തോഷത്തിൽ ജീവിക്കാം. മണി, എനിക്കൊരു ഐഡിയ. നമുക്ക് ഈ റിങ്കിയും പിങ്കിയും ഒരു ആണുങ്ങളുടെ ഒക്കെ ഡ്രസ് ഇടിപ്പിച്ച് ഒരു സൗട്ടിങ്ങിന് പോയല്ലോ, ആൺപിള്ളേരെ പോലെ സ്റ്റൈലില്. അവർക്ക് ഇഷ്ടമാവും. എന്റെ പൊന്ന് രവിയേട്ടാ, ഇത് എന്തോന്ന് കാണിച്ചു വെച്ചത്? ചമ്മന്തി ഇറങ്ങി തേങ്ങ വേണമെന്നല്ലേ പറഞ്ഞു. ഒരു ഉപകാരം ചെയ്തൊന്ന് കാണിച്ചു വെച്ചേക്കണം. നോക്കി ഇവിടെ അത്രയും പൊടിയാക്കി. അത് കുഴപ്പമില്ല, ക്ലീൻ ചെയ്തിട്ട് ഞാൻ ചെയ്തു തരാം മണി. നീ അയിൽ കിടന്ന് പിടിക്കാതെ. ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയുടെ വലിപ്പം കണ്ട ഇത്രയേ ഉള്ളൂ. മുമ്പ് എന്ത് വലിപ്പമുള്ള തേങ്ങയായിരുന്നു. ഒന്നും ചെയ്യുന്നില്ലല്ലോ, വളമൊന്നും ഇല്ലല്ലോ ഇപ്പം. ഇത് മൊത്തം ഇട്ട് ചമ്മന്തി ഉണ്ടാക്കിയാലും ഇവിടെ തികയില്ല. ഉരുട്ടി വിഴുങ്ങല്ലോ എല്ലാം കൂടി. നീ ഇത് ചമ്മന്തി ഉണ്ടാക്കുന്നു. ചോറ് വേണ്ട, ഇന്ന് കഞ്ഞി മതി. കൊറേ നാളല്ലേ, കഞ്ഞിയും ചമ്മന്തി മതി. ഓക്കെ, എന്നായിക്കോട്ടെ. മക്കളെ, ഈ കല്ലെടുത്ത് മാറ്റും മോളെ. കല്ലെടുത്ത് കളാ. ദൈവമേ, എന്ത് മടിയോ? മടിയൊന്നുമില്ല, പൊങ്ങോന്ന് അറിയത്തില്ല. ആ സൈഡിലോട്ട് കഷ്ടം, ഞാൻ എടുത്ത് വെക്കായിരുന്നല്ലോ. അവള് വെച്ചാ ഇരിക്കൂലേ? ആരോഗ്യമില്ലല്ലോ. ഇനി ഒരു പണി എടുക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഞാൻ ഇവിടെ മോളെ, നമുക്കുണ്ടല്ലോ ഈ ഏരിയയിൽ മൊത്തം പച്ചക്കറി ഉണ്ടാകും, കൃഷി ചെയ്യണം. പാവല്, പടവലം, ഇതൊക്കെ ചെയ്ത് വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നിന്ന് കായ്ഫലം എടുത്ത് നമ്മൾ കഴിക്കണം. അവനവന്റെ വീട്ടില് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ അനുഭവിക്കുന്ന ഈ ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടല്ലോ, അതില്ലാതാവും. അച്ഛൻ പറഞ്ഞു വരുന്നത് എല്ലാ വീടുകളിലും ഒരു കൃഷിത്തോട്ടം വേണോന്നാണ്. അതെ, നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് എടുക്കാം. അതല്ലേ? അതെ, കറക്റ്റ്. മക്കളെ, നമ്മുടെ പറമ്പിലെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഈ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഇതല്ലേ. ഉദാഹരണത്തിന് ഈ പാവയ്ക്ക, പയറ്, ചീര, പടവലം, ഇതൊക്കെ, മുരിങ്ങയില, ഇതൊക്കെ, വെണ്ടയ്ക്ക, ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കുകയാണെങ്കിലേ അത്ര ഇതല്ലേ. മാത്രമല്ല വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കിട്ടും. മനസ്സിലായി? ഇപ്പൊ ഇതൊന്നും ചെയ്യാത്തോണ്ട് എന്താ സംഭവം? അന്യ സംസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്. അതും മായം ചേർത്തതും കെമിക്കൽ അടിച്ചതുമായിട്ടുള്ള ഹൈ പോയിസൺ സാധനമാണ് കിട്ടുന്നത്. ചെറുപ്പത്തില് ഇവക്കൊക്കെ അസുഖം കിട്ടും. എനിക്ക് ആരോഗ്യമില്ലല്ലോ. നിനക്ക് പിന്നെ അസുഖം ഇല്ലല്ലോ. ആരോഗ്യമില്ലല്ലോ. ഒരു കല്ലെടുത്ത് പൊക്കാൻ പോലും ആരോഗ്യമില്ല. പിന്നെ എന്റെ അപ്പൂപ്പന്റെ കാലത്തെ, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും പറമ്പില് വീഴാതെ, പറമ്പില് പണിക്കാരാണല്ലോ, അപ്പം എല്ലാവരുമായിട്ട് ഇങ്ങനെ പുരയിടത്തിൽ ഇരുന്നിട്ട് കഞ്ഞി കുടിക്കും. അമ്മൂമ്മയാണെങ്കിൽ ഒരു വലിയ ചോറ്റുപാത്രത്തില് ഈ ചുട്ടരച്ച ചമ്മന്തി, തേങ്ങ ചുട്ടിട്ട് ചമ്മന്തിയും കഞ്ഞിയും ഒക്കെ കൊണ്ടുവരും. എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ആ മരത്തിന്റെ ചോട്ടിൽ തണലിലിരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച്, ഉത്സവം പോലെയാണ്, രസമാണ്. കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുക.
അതൊക്കെ ഓർക്കുമ്പോ എനിക്കും കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മൾ അച്ഛന്മാർ അവിടെ പോകുമ്പോ ഉണ്ടല്ലോ, അച്ഛമ്മ നല്ല കിട്ടില്ല ചമ്മന്തി, പിന്നെ കുറച്ച് ചിലപ്പോ തോരൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയത്, അതും പുളി വെച്ചിട്ട് അയ്യോ കിട്ടില്ല ചമ്മന്തിയാണ്. അതിങ്ങനെ അച്ഛമ്മയില്ലേ ഇത് പപ്പടം പൊള്ളിച്ചത്, അത് ഇങ്ങനെ ഇതെടുക്കണല്ലേ, എണ്ണയിലിട്ട് എടുക്കണല്ല, ചൂട് കഞ്ഞി എടുത്തിട്ടേ അമ്മ അതിന്റെ പുറത്ത് കുറച്ച് തേങ്ങ പീര് ഇങ്ങനെ ഇടും, തേങ്ങ ചൊണ്ടിട്ട് ചൂട് കഞ്ഞിയിൽ ഭയങ്കര ടേസ്റ്റാണ്. ആ കാലമൊക്കെ പോയി, എന്തോന്ന് ചെയ്യാൻ. അച്ഛാ, ഞാൻ അറിഞ്ഞൂടാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, ഇത്രയും വലിയ ടേബിളും കിടന്നിട്ട് കസേരയും കിടന്നിട്ട് ഫാനും ഉണ്ടായിട്ട് നമ്മൾ എന്തിനാണ് ഈ തറയിലിരിക്കുന്നത്? എന്റെ മക്കളെ ഇതെന്തോന്നു നീ പറയണ കേക്ക്. ഈ കഞ്ഞി കുടിക്കാന്ന് ഞാൻ തറയിരുന്ന് തന്നെ കുടിക്കണം. ഈ കഞ്ഞി പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോണ്ടല്ലോ തറയിരുന്ന് കുടിച്ചാലേ എൻ്റെ സുഖം കിട്ടുള്ളൂ. പണ്ട് അമ്മ ഞങ്ങൾക്ക് കഞ്ഞിയൊക്കെ തരുമ്പോൾ ഇങ്ങനെ ഇതുപോലെ പിടിച്ചിരുത്തി ഈ പ്ലാവിലൊക്കെ കോട്ട് ചെയ്ത് കഞ്ഞി തരും. അത് തറയിരുന്ന് കുടിക്കുമ്പോണ്ടല്ലോ ആ ഒരു ടേസ്റ്റ്, ആ ഒരു സുഖം നമ്മളെ ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് കുടിച്ചാൽ കിട്ടൂല. പാത്രം കൊണ്ട് വെച്ചേ, പഴയ കാലത്ത് ഇങ്ങോട്ട് വെച്ചേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് നിലത്തിരുന്ന് കഞ്ഞി കുടിക്കാൻ പറ്റൂല. അമ്മ ഇവിടെ വന്ന് ഇരിയമ്മ, എന്തായാലും എടുത്ത് വെച്ചില്ലേ? ബാങ്ക് മാനേജറിന്റെ ഭാര്യയായുണ്ട്. ബാങ്ക് മാനേജറുടെ ഭാര്യയല്ല, നിലത്തിരുന്ന് കഞ്ഞി കുടിക്കാനും പറ്റില്ല, എനിക്കൊണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നീയൊക്കെ തന്നെ കാരണം, നിന്നെയൊക്കെ പറ്റതിന് ശേഷം എനിക്ക് അനങ്ങാൻ വയ്യാതെ. നിലത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേര് കാരണം പോക്കെ. ഇങ്ങോട്ട് ഇരി മണി, നമ്മളെ പ്രസവിക്കാൻ വാ, ഇവിടെ ഇരി മണി, നീ കൊണ്ട് ഇരി. ഇതാ ചമ്മന്തി എടുക്കോളെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ കുടിക്കും? എണീക്കാൻ നേരത്തില്ല, JCB വിളിക്കേണ്ടി വരും. ഞങ്ങള് പിടിച്ച് എണീപ്പിക്കാൻ മണി, എനിക്ക് നടക്കാൻ വയ്യ. കുറച്ചുകൂടെ കഞ്ഞി തരൂ. ഇത് ആർക്കച്ചാ കുരുവിക്കുക? ഇതൊന്നും ഇല്ലല്ലോ. കുടി ആ കഞ്ഞി എടി കഞ്ഞി ആസ്വദിച്ച് കുടിക്കും മക്കളെ. കേട്ടാ, കഞ്ഞി ഇരിപ്പുണ്ട്, അകത്ത് പോയി എടുക്കണേ. എന്റെ അടുത്ത് എന്നെ പറഞ്ഞു വിടും. ഇതിങ്ങനെ വെള്ളം കിട്ടൂലാണ്ട് ഇങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് അതിങ്ങനെ കോരി ഉടനെ കുടിക്കണം. നോക്ക് അച്ഛൻ കുടിക്കുന്ന നോക്ക്, കണ്ട എന്ത് ടേസ്റ്റ് ആയിട്ട് കുടിക്കും. നൊസ്റ്റാൾജിയ ബാധിച്ചു. ഇങ്ങനെ വെച്ച് കഴിക്കാൻ പറ്റില്ല, ഞാൻ കഴിക്കാം. തോന്നുന്നത് എന്താ ചിരിക്കണ ചുമ്മാ ഇരുന്ന്? ഇന്ന് ചുമ്മാ ചിരിക്കണേ. അത് മക്കളെ, അമ്മയ്ക്കൊരു ആഗ്രഹം. എന്ത്? ഇനി എന്താ ആഗ്രഹം? ഒരു ആൺകുട്ടിയും കൂടെ വേണം. ഓ, അത്രേ ഉണ്ടായിരുന്നുള്ളോ? ആയിക്കോട്ടെ, ഒന്നുകൂടെ ആവട്ടെ, ഞങ്ങൾക്കൊരു കൂട്ടും ആവുമല്ലോ. ഞങ്ങൾക്ക് വിരോധമില്ല കേട്ടോ. ഒരു വിരോധം പൊന്നുമക്കളെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യമല്ല. പണ്ട് എനിക്ക് 2 പെൺപിള്ളേരായ കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേ പറഞ്ഞത്. എന്താ അങ്ങനെ വന്നേ? ഒരു ആൺകുട്ടികളോ നല്ലതല്ലേ? എന്ത് ഞങ്ങൾ രണ്ടുപേരും പോരെ? പെൺപിള്ളേര് വേറെ, ആൺപിള്ളേര് വേറെ. അതെന്ത് വേറെ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഒരു കാര്യം പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലേ, പാതിരാത്രി അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ആശുപത്രി കൊണ്ടുപോകണം. പെൺപിള്ളേരെ കൊണ്ടുപോകാൻ പറ്റുമോ? ആൺപിള്ളേരാണെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു വിടാലോ, അല്ലേ? അതെന്ത് വർത്താനം അമ്മ പറയണേ? ഞങ്ങൾക്ക് എന്ത് കൊണ്ടുപോകാൻ പറ്റൂല അച്ഛനെ? ഇനി ആൺപിള്ളേരെ പോലെ അല്ല പെൺപിള്ളേര്. പെൺപിള്ളേര് പറഞ്ഞു വിടാൻ അമ്മമാർക്ക് പേടിയാണ്. ആൺപിള്ളേരാണെങ്കിൽ ധൈര്യത്തിൽ പറഞ്ഞു വിടാൻ പറ്റും. മനസ്സിലായോ? ആൺപിള്ളേർക്ക് 2 കൊമ്പ്. അതല്ല മക്കളെ, അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്താ അറിയുമോ, ഇപ്പം നമ്മൾ പത്രമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്? TV-യിൽ ന്യൂസിലെ കാണുന്നില്ലേ? പിടിച്ചു പറി, വെട്ടിക്കൊല, ഗുണ്ടായിസം, വീട് കയറി ആക്രമണം, പീഡനം, പെൺകുഞ്ഞുങ്ങളെയൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്നില്ലേ? മനസ്സിലായോ? നീ കാണുന്നില്ലേ? ന്യൂസിലൊന്നും കാണുന്നില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ് മക്കളെ. പണ്ടത്തെ കാലത്ത്, നമ്മളെ കാലത്ത് എന്റെ കുട്ടിക്കാലത്തൊന്നും ഇത് കേട്ടിട്ട് പോലും സമാധാനം. അതെ, അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അത്ര മീഡിയ സ്ട്രോങ് ആയിരുന്നില്ല അന്ന്. അതുപോലെ നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലാണ് ഇപ്പൊ ജീവിക്കുന്നത്? പണ്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ സംഭവിക്കുമ്പം ദൂരദർശനം കാര്യങ്ങളൊക്കെ അല്ലേ നമുക്കുള്ളൂ. ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അത് ഇതെന്നൊക്കെ പറഞ്ഞ എത്ര ന്യൂസ് ചാനലാണ് ഇപ്പോൾ ഉള്ളത്. കുഞ്ഞു കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും ഇപ്പൊ നാട്ടിലെല്ലാരും അറിയും. മനസ്സിലായോ? അല്ല, അത് മാത്രമല്ല, ആൺകുട്ടികളാവുമ്പോണ്ടല്ലോ നല്ല ഫിസിക്കലി സ്ട്രെങ്ത് കാണും, മൈൻഡ് നല്ല സ്ട്രോങ് ആയിരിക്കും. എന്തോ എന്തോ പറഞ്ഞു പറഞ്ഞ മനസ്സിലായി. ആൺകുട്ടികൾക്ക് ആ ഒരു ധൈര്യവും കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ, ഏത് രാത്രിയാണെങ്കിലും എവിടെയെങ്കിലും പോയി എന്ത് വേണം ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടാവും. നല്ല സ്ട്രോങ് ആയിരിക്കും. അത് അച്ഛൻ അവിടെ തെറ്റി. പെണ്ണുങ്ങൾക്ക് എന്താ സ്ട്രോങ് അല്ലേ? അച്ഛൻ അവിടെ പറഞ്ഞത് തെറ്റാണ്. അതെ, സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് അറിയോ?
അത് ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ പ്രസവിക്കുക, ആണുങ്ങൾ മറ്റു പണികളൊക്കെ ചെയ്യുക. അല്ല, 10 മാസം പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവർക്കുണ്ടാവുന്ന ക്ഷമാശക്തി, പിന്നെ പ്രസവ വേദന സഹിക്കാനുള്ള സഹനശക്തി, അതെ ആണുങ്ങളെയും കാട്ടി ഉള്ളതേ സ്ത്രീകൾക്ക് തന്നെയാണ്. അപ്പൊ മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആർക്കാണ്? അച്ഛൻ ഒന്ന് പറയണം, ആണാണോ പെണ്ണിനാണോ? അത് എങ്ങനെ തന്നെ അതെന്തെങ്കിലും ആട്ടോ. വേറെ ഇപ്പം ഇവിടെ തന്നെ നമുക്ക് 5 മൂട് തെങ്ങുണ്ട്. ഒരു തേങ്ങ അടക്കാൻ ആളെ കിട്ടുന്നില്ല. ഇവിടെ ഒരു ആൺകുട്ടി ഉണ്ടായി, അച്ഛന്റെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ തെങ്ങി കയറി തേങ്ങ ഇടുവായിരുന്നു. അച്ഛൻ ഇപ്പൊ കാല് വയ്യ ഒടിഞ്ഞതുകൊണ്ട്. ഇപ്പൊ ഒരു ആൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അവൻ കയറുമായിരുന്നു. അതാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഈ അച്ഛന്റെ കാര്യം, എന്റെ ദൈവമേ, ഈ അച്ഛൻ എന്തോന്നൊക്കെ അച്ഛൻ പറയണത്. വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിച്ചിട്ടുള്ളത് നീ ഒന്ന് പറഞ്ഞു കൊടുടി. ഇപ്പൊ യുദ്ധത്തിന് വരെ പോകുന്നുണ്ട്. പിന്നെ എന്തോന്നൊക്കെ വേണോ വെച്ചാ? എടി അതൊക്കെ സംബന്ധിച്ച് പെണ്ണുങ്ങൾ ഇപ്പൊ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ചത്ത കഴിഞ്ഞാൽ എന്റെ ചെതയ്ക്ക് ആര് തീ കൊളുത്തും? എന്ത് ഞങ്ങള് കൊളുത്തിയ തീ കത്തൂലേ? ചെത കത്തൂലേ? എടി അങ്ങനെയല്ലല്ലോ നമ്മുടെ രീതി. പിന്നെ ഓരോ രീതികളും പിടിച്ചോണ്ട്, ഓരോ രീതികളും പഴയ രീതിയും പിടിച്ചോണ്ടാകുമ്പോ നിങ്ങളൊക്കെ ഇരുന്നു എപ്പോഴും പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമല്ലേ. ഇപ്പം തേങ്ങ പൊഴിഞ്ഞു വീഴുകയാണ്, ഒരാളെ കിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നച്ഛൻ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എല്ലാരെ കൊണ്ട് പറ്റും കേട്ടല്ല. ഇപ്പൊ സ്ത്രീകൾക്ക് അത് പറ്റൂല, ഇത് പറ്റൂല, തെങ്ങി കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ അത് തെങ്ങി കയറാൻ പറ്റാത്തെന്ത് പ്രശ്നം? എന്തോ ഇപ്പൊ തെങ്ങി കയറാൻ? മക്കളെ കുറച്ച് കഞ്ഞി എടുക്കട്ടാ. കഞ്ഞിയുടെ എവിടം വരെ എത്തി? കൊണ്ടുപോ അച്ഛന്റെ പ്ലാവിൽ. അവൾക്ക് കുടിക്കാൻ അറിഞ്ഞൂടേലും. ചേച്ചി എടി, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടല്ലോ നല്ല വിഷമമുണ്ടടി. എന്തോന്ന് വിഷമം? ഒരാൺകുഞ്ഞ് ജനിക്കാത്തതിന്. ഒരാൺകുഞ്ഞ് ജനിക്കാത്തതിന് നമ്മുടെ കുറ്റമൊന്നുമല്ലല്ലോ. നമ്മുടെ കുറ്റമൊന്നുമല്ല, പക്ഷെ എന്നാലും നിനക്ക് തോന്നിയിട്ടില്ലേ നിനക്കൊരു ചേട്ടനെയും കൂടെ വേണമായിരുന്നു എന്ന്? എനിക്കിപ്പോൾ അതൊന്നും അല്ലേ തോന്നുന്നത്. എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നു. ചേച്ചി നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്കൊരു ചേട്ടനുണ്ടായിരുന്നെങ്കിലേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെല്ലാ സ്ഥലത്ത് കൊണ്ടുപോകാനും ഉണ്ടാവില്ലായിരുന്ന ഒരാള്. ഒന്ന് ചിന്തിക്കേടി. മറ്റേ ഹിറ്റ്ലർ സിനിമയിലെ മമ്മൂട്ടിയെ പോലെ നമുക്ക് നല്ലൊരു ബോഡി ഗാർഡ് ആയിട്ട് നമ്മുടെ ചേട്ടൻ നെഞ്ചും പിടിച്ച് നമ്മുടെ മുമ്പിൽ കൂടെ നടക്കും. നമ്മുടെ ചേട്ടൻ്റെ ആ സംരക്ഷണത്തിൽ പുറകെ നടക്കും. നമ്മളെല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. ആഹാ, നല്ല രസമായിരുന്നു. ഡേഡി ഇങ്ങോട്ട് പോണേ രണ്ടാളും കൂടെ. എന്തടി ഒരു മൈൻഡ് ഒന്നും ഇല്ല, മാറിയില്ല രണ്ടാളും. പേരെന്ന് ചോദിച്ചേ? ഇങ്ങോട്ട് പിള്ളേരെ ചോദിച്ചില്ലേ തന്നെ? ആ സോറി, ഇയാൾക്കൊന്നും ഒറ്റ മുടി അറിയാ. ചേച്ചി ചേച്ചി എടി, എൻ്റെ കൂട്ടുകാരികർക്കൊക്കെ ചേട്ടന്മാരുണ്ട്. അവരിങ്ങനെ ചേട്ടന്മാരുടെ സ്നേഹവും അങ്ങനെ ഓരോ കഥകളും അവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അസൂയയും സങ്കടമൊക്കെ വരുമോടി. മണി നോക്ക് 12 കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ നോക്ക് കുട്ടി.
പോടി എടി അച്ഛനും അമ്മയ്ക്കും ഒരു ആൺകുട്ടി ഇല്ലാത്തതിന്റെ കുറവ് നമ്മൾ ഒരിക്കലും അറിയിക്കാൻ പാടില്ല കേട്ടാ ചേച്ചി ഉറങ്ങിയ രവി ഏട്ടാ ഈ ചെടി വെട്ടണ കത്രിക വാങ്ങിച്ചാൽ വന്നിട്ട് എത്ര നാളായി വാങ്ങിച്ചോണ്ട് വരൂല എന്നും മറന്നു പോകും. ഓ നാളെ 8 മണി. എത്ര നേരമായിട്ട് തുടങ്ങിയത് ഈ പത്രവായന? ഇന്ന് എത്രാമത്തെ ചായ ഇത്? കുഴപ്പമെന്ത്? ഒരു കുഴപ്പമില്ല. അതെ, ഈ വീടും പറമ്പും ഒക്കെ എന്റെ മാത്രമല്ല നിങ്ങളുടെയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടിയൊക്കെ വല്ലതും ചെയ്യുമ്പോ കൂടെ വന്ന് സഹായിക്കാം. ഒരു പ്രഹസനത്തിനെങ്കിലും ചെയ്യും. എന്തിനാടി ഞാൻ ഇവിടെ മര്യാദയ്ക്ക് ഇങ്ങനെ കണ്ടിട്ട് സഹിക്കണില്ല. ഓ ചെടി കാണാമോ? ഞാൻ അല്ലാത്തപ്പോ അതൊക്കെ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വെള്ളം ഒഴിക്കും, ചെടിയൊക്കെ ഭംഗിയായിട്ടൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. വല്ല 5 സെന്റോ 6 സെന്റോ ആയിരുന്നെങ്കിൽ കുറച്ച് 5-6 ചെടിയല്ലേ കാണുള്ളൂ. ഇത് അത്രയും പടന്ന് കിടക്കണം. ഇതെല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് കൂടിയാ കൂടുവോ? നാളെ ഏതെങ്കിലും ബംഗാളി കിട്ടും നോക്കാം. വിളിച്ചിവിടെ എല്ലാം ക്ലീൻ ചെയ്യും. ബംഗാളി വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടെ സഹായിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ഈ വീട്ടിലുള്ള 4 പേരും കൂടെ ചേർന്ന് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പണി എവിടെ ഉള്ളൂ. ഒരു കൈ സഹായം. ഇല്ലെങ്കിൽ സഹായിക്കുമ്പോൾ അഭിനയിക്കെങ്കിലും ചെയ്യും. അപ്പൊ എനിക്കൊരു സമാധാനം കാണൂല്ലോ. വാ, നിന്റെ സമാധാനം. ഞാൻ ഒരു കാര്യം ചെയ്യാം. നാളെ മുതൽ ഞാൻ ബാങ്കിൽ പോണില്ല. ഈ പണികളെല്ലാം ഞാൻ ചെയ്തോണ്ടിരിക്കും. ശരി, അതാ നല്ലത്. നീ പോ ബാങ്കിൽ. എനിക്ക് പോരാ. അവിടെ കുറെ വർക്കുകളുണ്ട്, പോയി ചെയ്യും. ഹലോ, എന്താ പരിപാടി? ഓ എന്ത് മോളെ? അവിടെ ഇരിച്ചു ശ്രദ്ധിച്ച് വരൂല പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഓടി വരണം. ഇവിടെ 2 ഉണ്ടല്ലോ, അവരെ വിളിച്ച് ചെയ്യിപ്പിരുന്നീ. എനിക്ക് എന്നെ പിടിക്കുന്നതിന് അവളുമാരെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാം. രവിയേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചത്. എന്തോന്നും ഇവിടെ പ്രശ്നം? തുടങ്ങി. ഞാൻ ഇവിടെ പത്രം വായിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല. ആ ചെടി ഇതാവുന്നു. എവിടെ ഇന്ന് നമ്മൾ ഇവിടത്തെ എല്ലാ തെങ്ങിനും തേങ്ങ തറപ്പിടും. ആളെ കിട്ടിയ ആളെയൊക്കെ കിട്ടി. വാ, അവസാനം കൂടുതൽ പൈസ ചോദിക്കില്ല. 250 രൂപയൊക്കെ ഉള്ളു ഇപ്പൊ കൊടുക്കാൻ. പൈസ കുഴപ്പമൊന്നുമില്ല. പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം. അതെ, വെറും 10 പേരെ അടിച്ച് ഡോൺ ആയവളല്ല ഈ പെങ്കി. അതുകൊണ്ട് ഞാൻ അടിച്ച 10 പേരും ഡോൺ ആയിരുന്നു. എന്തോന്ന് പറയണേ ഇവള്? കം അതൊന്ന് ഞാൻ പറഞ്ഞില്ല. എവിടെ വരെ ആരെ അടിക്കാൻ പോണു? കൂടെ പോവാൻ പറഞ്ഞില്ലേ? 10 നടക്കണ നോക്ക്. ആളെ അടിക്കാൻ പോകുമ്പോ മക്കളെ പറ, എന്താണ് കാര്യം പറ. ആരുടെ അടിക്കാൻ പോണേ? ഇനി 10 പേരെ കഴിഞ്ഞിട്ട് ഇനി 20 പേരെ വീണ്ടും അടിക്കാൻ പോണ? അതൊക്കെ ഉണ്ട്. കാര്യം പറ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ട്. മോളെ അച്ഛനോട് പറ. എന്താണ്? അത് അമ്മയെടുത്ത് പറഞ്ഞൂടെ? പറയാനുണ്ട്. എന്ത്? ഇതാണ് നമ്മൾ തെങ്ങ് കേറാൻ ഉപയോഗിക്കുന്ന യന്ത്രം. അയ്യോ, ഇത് വെച്ചൊന്നും എനിക്ക് കയറാൻ പറ്റൂല. ആണോ? ആളവിടെ വന്ന് കാണും. എവിടെ എവിടെ ആളെവിടെ? ആള് ഇവിടെ. ആര്? ഞാൻ. നീയാ? പിങ്കി മകളെ വേണ്ട. നീ എന്നെ കയറാൻ പോണത്? എന്ത് ഞാൻ കയറാൻ? എന്ത് അരമുഴം കാലും കൊണ്ട് ഇവള് കയറാൻ പോകുന്നത്? ശരി ശരി, അത് നിങ്ങൾ എന്തോ പറഞ്ഞു. അവള് വേണ്ട മോളെ, നമുക്ക് വേറെ ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിക്കാം. അല്ല അച്ഛാ, അവരെന്തേലും പറയട്ടെ. അവരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ കേറി 2 കരിക്കോ തേങ്ങ എന്താന്ന് വെച്ചോള് പെടും. നീ കേറുവോ? ആ സീരിയസ് ആയിട്ട് തമാശ കളിക്കില്ലേ? ഞാൻ സീരിയസ് ആണ്. എന്തുവാടി പറയണേ? എന്ത് പ്രശ്നം? എന്ത് അഹങ്കാരം കാണിക്കലേ പിങ്കി? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇതെല്ലാരും ചെയ്യണ സംഭവമാണ്. അമ്മ ആരെങ്കിലും വിളിച്ച് അച്ഛൻ കേട്ടിരിക്കാം മോളെ. വേണ്ട, പറഞ്ഞ് മനസ്സിലാക്കി. എന്റെ കോൺസെൻട്രേഷൻ കളയില്ലേ പ്ലീസ്. പറഞ്ഞ കേക്ക് അപകടം പിടിച്ച സാധനം ഇത്. മോളെ അച്ഛൻ കേറാന്നാ? വേണ്ട, ഒന്നും പിങ്കി മോളെ വേണ്ട മക്കളെ. പൊക്കമുള്ള തെങ്ങാണ്. പൊക്കമൊക്കെ കാണും. മിണ്ടാരി. വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് അച്ഛൻ കേറ്റാം. കോൺസെൻട്രേഷൻ പോയിപ്പിക്കണ്ട. കേറ് കേറ്. കേറുന്നുണ്ടേ. ശ്രദ്ധിച്ചേ. എനിക്ക് ഇതിന്റെ കിടപിടിയൊക്കെ അറിയോ? ഒന്ന് മിണ്ടാരി അമ്മ. കോൺസെൻട്രേഷൻ കളയാതെ അവള് കേറട്ടെ. പതുക്കെ. സൂക്ഷിച്ചേ. ശ്രദ്ധിച്ച്. ആ കൊള്ളാം. വെൽഡൺ പിങ്കി, വെൽഡൺ. കേറ് എന്തായാലും കേറണം. 2 കരിക്കും കൂടി ഇടണേ. ചുമ്മാ ഇരച്ചോ മോളെ. കൈ മുറുക്കെ പിടിച്ചോണം അവിടെ.
സൂക്ഷിച്ച്. മോളെ സൂക്ഷിച്ച്. സൂക്ഷിച്ചാണ് ചിറങ്ങണേ. പതുക്കെ, പതുക്കെ, പതുക്കെ. ഓ, പയ്യെ വാ, പയ്യെ വാ. വാ 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 വാ. ഓ. ആ കാല്. ആ. ആ. പതുക്കെ. അതൊക്കെയാണ് ചിറങ്ങണേ. പെങ്കൊച്ചേ മക്കളെ ഒന്നും തന്നില്ലെന്ന്. അയ്യോ ഇങ്ങോട്ട് വാ. മണി ഒരു അഭിമാന നിമിഷമാണ് മണി. നമ്മുടെ പൊന്നു മോള്. മണി ഇപ്പൊ നിന്റെ വിഷമം തീർന്നില്ലേ? ആൺകുട്ടികളില്ല എന്നുള്ളത്. മാറി ആമ്പിള്ളാരും പെമ്പിള്ളാരും ഒരേ പോലെ തന്നെ. അതെ, ഇപ്പോഴേ മനസ്സിലായല്ലോ അച്ഛന് രണ്ടുപേരും ഒരുപോലെയാണെന്ന്. അത് തന്നെ. ഓ